നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര് നയിക്കുമെന്നതിൽ കോൺഗ്രസിൽ തർക്കം. നേതാക്കൾക്ക് പരസ്യമായി താക്കീത് നൽകി രാഹുൽ ഗാന്ധി. വി.ഡി. സതീശന്റെ പുതുയുഗയാത്രയുടെ സമാപന വേദിയിലാണ് നേതാക്കൾക്ക് രാഹുലിന്റെ വിമർശനം. പുതുയുഗയാത്രയുടെ സമാപന വേദിയിൽ രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, സതീശനടക്കമുള്ള നേതാക്കൾക്ക് വെവ്വേറെ മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ അണിനിരുന്നു. തങ്ങളുടെ നേതാക്കൾക്ക് മാത്രം കയ്യടി, ഫോട്ടോ പതിച്ച കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം. പ്രിയങ്കരനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ശക്തി ദുർഗമാണ്. നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ ഒന്നിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആര് നയിക്കുമെന്നതിൽ കോൺഗ്രസിന്റെ തർക്കം വ്യക്തമാകുന്നതാണ് പുതുയുഗയാത്രയുടെ സമാപന വേദിയിൽ കണ്ടത്. അതേ വേദിയിൽ വച്ചുതന്നെ പാർട്ടിയിലെ അനൈക്യം ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധിയുടെ താക്കീതുമുണ്ടായി. സംഘനൃത്തത്തെ ഉദാഹരിച്ചാണ് രാഹുലിന്റെ ഉപദേശം. സംഘമായി നൃത്തം ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് കളിച്ചാൽ അത് പരിഹാസ്യമാകുമെന്ന് രാഹുൽ നേതാക്കളെ ഓർമ്മിപ്പിച്ചു. ചില നൃത്തങ്ങൾ വ്യക്തിഗത നൃത്തങ്ങളാണ്. Where suddenly one dancer comes in the middle and starts to dance. And then there are also group dances where everybody dances together. When a group dance is taking place, suddenly if one person starts to dance, it looks ridiculous. So the advice from the people of Kerala to the UDF leaders is dance together. And they are already saying, if the UDF dances together harmoniously, we are going to make you ഒറ്റയാൻ പ്രവർത്തനം വേണ്ട, ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നാണ് രാഹുലിന്റെ ഉപദേശം. കേരളത്തിലെ കോൺഗ്രസിലെ നേതൃതർക്കം വ്യക്തമാകുന്നതാണ് പൊതുവേദിയിലെ രാഹുലിന്റെ വിമർശനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.